പറയണം. ദേഷ്യത്തിന് രൂപമുണ്ടോ? കാമത്തിന് രൂപമുണ്ടോ? ദ്വേഷത്തിന് രൂപമുണ്ടോ? അസൂയക്ക് രൂപമുണ്ടോ? അതാത് വിടാത്തത് രൂപമുണ്ടോ? അപ്പൊ ഈ രൂപമില്ലാത്ത ചിന്തകളെ ഒരു തലയായി സങ്കല്പിച്ച് ഇതെല്ലാം വെട്ടിമാറ്റണം. ഏത് വെട്ടിമാറ്റണം? നമ്മളെ നശിപ്പിക്കുന്ന, തളർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, ദുർബലരാക്കുന്ന വികാരങ്ങളെ വെട്ടിമാറ്റണം. ജീവിതം ഭദ്രമായ കലയാവണം. അതിന് നമ്മളിലെ സ്വാർത്ഥമായ വികാരങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് നമ്മളിലെ ദൈവീകത ഉണർത്തണം, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തണം. അതല്ലേ നമ്മുടെ ലക്ഷ്യം? നമ്മളിലെ ദൈവീകത ഉണർത്തണം, മറ്റുള്ളവരെ പറയൂ കൈപിടിച്ചുയർത്തണം. അപ്പൊ ദൈവീകത ഉണർത്തുക എന്നതാണ് പരമമുഖ്യം, പ്രാധാന്യം. അതിന് ക്ഷേത്രങ്ങളിലൂടെ സാധിക്കും. അതിനാണ് ഒന്നിച്ചിരുന്ന് വൈകുന്നേരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോയി എല്ലാവരും നാമജപങ്ങളൊക്കെ നടത്തേണ്ടത്. ഇവിടെ ഈ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാറുണ്ടോ? ദിവസവും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നവർ എത്ര പേരുണ്ട്? കണ്ണിന്റെ കാഴ്ച പോയതുപോലെ തോന്നും. ഈ കാത് കേൾക്കില്ലല്ലോ. വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നവരുണ്ടോ? ഉണ്ടോ? നാമം ചൊല്ലാൻ അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. ഇനിയിപ്പോ അമ്പലത്തിൽ പോകാൻ തയ്യാറാണോ? വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന ഒരു സംസ്കാരം നമുക്ക് തുടങ്ങി വെച്ചാലോ? നിങ്ങളെന്താ അന്തം വിട്ട പോലെ എന്നെ നോക്കുന്നത്? വേണോ വേണ്ടയോ? വേണം. തുടങ്ങി വെച്ചാലോ? അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചയെങ്കിലും പോകാൻ പറ്റില്ലേ? വെള്ളിയാഴ്ച പോകാൻ പറ്റില്ലേ? എത്ര പേര് തയ്യാറാവും? എല്ലാ വെള്ളിയാഴ്ചകളും ദേവീ ക്ഷേത്രത്തിൽ പോവുക. എന്നിട്ട് ഇവിടെയാണെങ്കിൽ നല്ല ക്ഷേത്രം വരെയാണ്. എല്ലാവരും അങ്ങനൊരു നാരങ്ങയൊക്കെ വെച്ച് ലളിതാ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചാൽ ഉറപ്പു തന്നെയാണ് മാറ്റമുണ്ടാകും. ഒരു വലിയ മാറ്റമുണ്ടാകും. നമ്മുടെ നാടിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കേരളം ഭാരതത്തിന്റെ നെറുകയിൽ നിന്ന ഒരു സ്ഥലമാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് നിരവധി മഹാന്മാരെ സൃഷ്ടിച്ച ജില്ലയാണ്. മനസ്സിലായില്ലേ? നിരവധി മഹാന്മാർ, അത്ര മഹാന്മാര് ജനിച്ച ഒരു ജില്ല. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ താഴോട്ട് പോവാണ്. ഒന്നാമത് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ അവരെ കുറ്റം പറയുകയില്ല. പക്ഷെ അവർ വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി ഉപയോഗിച്ചില്ല. അവർക്ക് ചൈനക്കാരുടെ കമ്മ്യൂണിസം അവർക്ക് തോന്നിയില്ല. ഒരു രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തേണ്ട ബുദ്ധി കമ്മ്യൂണിസ്റ്റുകൾക്ക് തോന്നിയില്ല. അതിന് പകരം ചെയ്തു ഉള്ള വ്യവസായങ്ങളും കൃഷിയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്നിപ്പോ ബംഗാളി ഇല്ലെങ്കിൽ ഒന്നും നടക്കാത്ത അവസ്ഥ വന്നു. ആണോ? പറയൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് ബംഗാളിലൊക്കെ കമ്മ്യൂണിസം നശിച്ചു പോയത്? അങ്ങനെ ബംഗാളികൾ വഴിയാതാരായിപ്പോയി. ഞാൻ കമ്മ്യൂണിസത്തെ കുറ്റം പറയില്ല. ആശയം വേണ്ട രീതിയിൽ പ്രായോഗികമാക്കാൻ അതിന്റെ നേതാക്കന്മാർക്ക് സാധിച്ചില്ല. ചൈനയിലും കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 12 ദിവസം വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പക്ഷെ അവരുടെ കമ്മ്യൂണിസം ഇവരുടെ കമ്മ്യൂണിസം അല്ല. അവരുടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ആ നാടിനെ ഉണർത്തുന്ന, ഉയർത്തുന്ന, ഒരു സംസ്കാരമുള്ള നാടാക്കി മാറ്റുന്ന കമ്മ്യൂണിസമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ ഭാരതത്തോട് വളരെയധികം സ്നേഹം കാണിക്കുന്നു. അവർക്ക് വളരെയധികം വ്യവസായങ്ങളുണ്ട്. അവർ വളരെയധികം നമ്മളെക്കാളും വ്യവസായമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ആൾക്കാര്, ഓരോ ആൾക്കാരും, ഇപ്പൊ എനിക്കറിയാം ഇന്ത്യക്കാർ ആവറേജ് പോകുന്നവരൊക്കെ ഒരു $500 അവിടെ ചെലവഴിക്കുന്നുണ്ടാവും. എത്ര? $500 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങൾക്ക്? 85 രൂപയാണ് ഒരു ഡോളർ. 85 രൂപയാണ് ഒരു ഡോളർ. ഇപ്പൊ $500 എന്ന് പറഞ്ഞാൽ എത്രയും? $500 എന്ന് പറഞ്ഞാൽ എത്രയും? 85 രൂപ. 85,000. $100 85,000. അതിന്റെ പകുതി എത്രയാണ്? 85ന്റെ പകുതി. നല്ല ആൾക്കാരോട് കണക്ക് വേണ്ടിയാണ്.
42 നിൽക്കട്ടെ, 40 വെച്ചോ, ഒരു ആവറേജ് കണക്ക്. ഒരു വർഷം കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി ഇവിടുന്ന് 15,000 ആളുകൾ പോകുന്നുണ്ട്. ഇത്രേ 15,000 ഇൻറ്റു 45,000 ഒന്ന് കൂട്ടി നോക്കുക. 40,000 എത്ര കോടികളിലേക്കാണ് കടക്കുന്നത്. ഇത്രയും കാശ് ആ രാജ്യത്തിൽ കൊണ്ട് ചെലവഴിക്കുന്നതിന് കാരണം ആ രാജ്യത്തിന്റെ പുരോഗതി കൊണ്ടല്ലേ? ഇവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാൻ ഉള്ളത് കൊണ്ടല്ലേ? എന്താ വിടാത്ത നിങ്ങൾ ആണോ അല്ലയോ? അപ്പം ഈ തരത്തിലൊക്കെ ആ രാജ്യം പുരോഗതി പ്രാപിപ്പിച്ച ആ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായില്ല. ഇവിടെ എന്താ പറയാ, കമ്മ്യൂണിസം ബീഡി ഉണ്ടാക്കാനും കൊടി പിടിക്കാനും മാത്രം അധപ്പതിച്ചു പോയി. ആണോ അല്ലയോ? ആണോ അല്ലയോ? വ്യവസായങ്ങൾ ഉണ്ടാക്കുക, ജോലി ഉണ്ടാക്കുക. നോക്കൂ, ഇന്നിപ്പോ കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥ എന്താ? പഠിച്ചു കഴിഞ്ഞാൽ ജോലിയില്ല. ഇന്നിപ്പോ പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം, വേണോ? ജോലിക്ക് വേണ്ടി ദുബായും മറ്റുമുള്ള രാജ്യങ്ങൾ അവര് പോണം വേണ്ടേ? ഇതൊന്നും വിടാത്ത നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദുബായ് എന്ന് പറയുന്ന സ്ഥലം അത് വെറും ഒരു മരുഭൂമിയാണ് അല്ലേ? മരുഭൂമിയാണോ അല്ലയോ? ആ നാട്ടിലാണ് ഇപ്പൊ ജോലി അന്വേഷിച്ച ആൾക്കാർ പോകുന്നത്. അത് അവരുടെ ഭരണാധികാരികളുടെ മിടുക്കാണോ അല്ലയോ? ആണോ അല്ലയോ? ഭരണാധികാരികളുടെ മിടുക്കല്ലേ? ഒരു സമ്പത്തില്ലാത്ത രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തിയത് ഭരണാധികാരികളുടെ മിടുക്കല്ലേ? എന്നാൽ ഇത്രയും കൃഷിയും ഇത്രയും വെള്ളവും ഇത്രയും, ഒരു കാലത്ത് പാലക്കാടിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണ്. ഇന്നിപ്പോ കള്ളറയായി മാറി. നെല്ലിനേക്കാളും കൂടുതൽ ഉൽപാദനം എന്തായി? കള്ളുവണ്ടി പോകുന്ന കണ്ടുകഴിഞ്ഞു. നെല്ലറയൊക്കെ കൂടി കള്ളറയാക്കി. ഈ തരത്തിൽ അധപ്പതിപ്പിച്ച് ഒരു നാടിന്റെ എല്ലാം നശിപ്പിച്ച്, അതുകൊണ്ടാണ് അതൊക്കെ നശിച്ചു പോയത്, ആ കമ്മ്യൂണിസം ഒക്കെ. മനസ്സിലായില്ലേ? നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് വേണ്ടത് കഴിവുള്ള, കരുത്തുള്ള, കരുതലുള്ള സമൂഹം. ആരാണ്? കഴിവുള്ള, കരുത്തുള്ള, മറ്റുള്ളവരെ കരുതലുള്ള സമൂഹം. എല്ലാവരും ഒന്ന് പറയൂ. അത് കഴിവുള്ള, കരുത്തുള്ള, മറ്റുള്ളവരെ കരുത്. അങ്ങനെയാണോ വേണ്ടത്? പറയൂ. ആത്മീയത കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. മഹാന്മാരെ ഇപ്പൊ എന്തിനാ ഒരു സ്വാമി ഉദിച്ചതിനിയുടെ കാല് പൂജിച്ചത്? അത് എന്റെ കാലല്ല, അത് ഗുരുപരമ്പരകളെയാണ്. ആ ഗുരുപരമ്പരകളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത്? കാരണം അവര് നമുക്ക് തന്നത് കഴിവിന്റെയും കരുത്തിന്റെയും കരുതലിന്റെയും സംസ്കാരമാണ്. ആണോ? സ്വാമി വിവേകാനന്ദനെ ഓർക്കുന്നത്, ചട്ടമ്പി സ്വാമികളെ ഓർക്കുന്നത്, നാരായണ ഗുരുദേവനെ ഓർക്കുന്നത്. നിങ്ങളുടെ പാലക്കാടാണെങ്കിൽ നിരവധി മഹാന്മാരുടെ പുണ്യപവിത്ര ഭൂമിയായിരുന്നു ഇത്. മനസ്സിലായില്ലേ? പറഞ്ഞാൽ തീരാത്തത്ര മഹാന്മാരുടെ ഒരു വലിയ പരമ്പര. കേരളത്തില് ഒരു ഭാഗവത സപ്താഹത്തിന്, ഭാഗവത സപ്താഹം, ഞാനൊക്കെ എന്റെ ഭാഗവത സപ്താഹം ആരംഭിക്കുന്നതിന് ആ ആരംഭകാലത്ത് ഇതിനെ താത്വികമായി വ്യാഖ്യാനിച്ച വല്ല മഹാന്മാരുണ്ടോ എന്ന് നോക്കുമ്പോൾ എത്തുന്നത് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയിലാണ്. ആരാണ്? അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്റെ കയ്യില് ഒരാൾ കൊടുത്തത്. സ്വാമി ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു വലിയ മഹാൻ ഈ ജ്ഞാനാനന്ദ സരസ്വതി നിങ്ങളുടെ നാട്ടുകാരനാണ്, പാലക്കാട്ടുകാരനാണ്. ഇങ്ങനെ നിരവധി മഹാന്മാര്, മനസ്സിലായില്ലേ, ജനിച്ച് പുണ്യപവിത്രമായൊരു ഭൂമിയാണ് ഏത്? നിങ്ങൾ സ്വാമി ചിന്മയാനന്ദനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഗുരു തപോവന സ്വാമികൾ നിങ്ങളുടെ പാലക്കാട്ടുകാരനാണ്. തപോവന സ്വാമിക്ക് പോലും ഒരു ഉൾക്കാഴ്ച കൊടുത്തൊരു സ്വാമിനിയുണ്ട്. കണ്ണ് കാണാത്തൊരു സ്വാമി, മണ്ണൂർ എന്ന് പറയും. മണ്ണൂര് നിങ്ങൾ പത്തിരിപ്പാല കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ ഒരു സ്വാമിനിയുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത ആളുകളുടെ വെളിച്ചത്തിന്റെ നാടായിരുന്നു പാലക്കാട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ണാടി, ആ പേര് തന്നെ നോക്കൂ നിങ്ങൾ, കണ്ണാടി പ്രതിഷ്ഠിച്ചൊരു മഹാനുണ്ട് കേരളത്തില്. ആരാ കണ്ണാടി പ്രതിഷ്ഠിച്ചത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ണാടി തന്നെ ഒരു ബിംബമായി പ്രതിഷ്ഠിച്ച ഒരു മഹാൻ കേരളത്തിലുണ്ട്. ആരാ? കേട്ടിട്ടില്ലേ നിങ്ങള്? അറിയില്ല? അറിയാത്തവര് എത്ര പേരുടെ കൈ വെക്കും? അറിയാത്തവര് ഇതുവരെ അറിയില്ല. കണ്ണാടി തന്നെ പ്രതിഷ്ഠിച്ച ഒരു മഹാത്മാവ് കേരളത്തിലുണ്ട്. ആരാണ് കണ്ണാടി പ്രതിഷ്ഠിച്ചത്? ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞോളൂ. ആരും പുറകുന്ന് പറഞ്ഞേറ്റ് പറയാൻ. എവിടെയാ പ്രതിഷ്ഠിച്ചത്?
കേട്ടിട്ടുണ്ടോ? അതേ ഒരു ക്ഷേത്രത്തിൽ അത് പ്രതീക്ഷിച്ചു. ആലുവയിലല്ല, കളവങ്കോട്. കളവങ്കോടാണോ? കളവങ്കോട് ചേർത്തലയ്ക്ക് അവിടെയാണ്. അപ്പൊ അങ്ങനെ കണ്ണാടി എന്താ പ്രതീക്ഷിക്കാൻ കാരണം? അദ്ദേഹത്തിന് മനസ്സിലായി കണ്ണാടി എങ്ങനെ പ്രതീക്ഷിച്ചറിയോ? പുറകിലുള്ള അതിന്റെ രസക്കൂട്ടത്തെ. പണ്ടൊക്കെ കണ്ണാടി അങ്ങനെയല്ല വരിക, അതൊക്കെ ചിരണ്ടി കളഞ്ഞ് അദ്ദേഹം പ്രതീക്ഷിച്ചു. അപ്പൊ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. അതായത് ബിംബം എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകത. പൊതുവെ കണ്ണാടി എന്തിനാ നോക്കാറ്? നമ്മുടെ മുഖം കാണാൻ. അപ്പം ഉള്ളിലുള്ളത് കാണണം. ഏത് കാണണം? ബിംബം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകതയെ കാണിക്കുന്ന കണ്ണാടിയാണ്. എന്താണ് ബിംബം? നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകത കാണിച്ചു തരുന്ന കണ്ണാടിയാണ് ഏത്? കുടവന്നില്ല. ബിംബം എന്നാൽ പ്രതിബിംബിക്കുക, ബിംബിക്കുക, പ്രതിബിംബിക്കുക, റിഫ്ലക്ട് ചെയ്യുക. എന്താ പ്രതിബിംബിക്കുന്നത്? മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവീകത പ്രതിബിംബിപ്പിക്കുന്ന വിഗ്രഹങ്ങളാണ് ബിംബങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ഭദ്രകാളി എന്തിനാ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഭദ്രമായ കലയെ, ആ ദൈവീക കലയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആരെ പ്രതീക്ഷിക്കുന്നത്? ഭദ്രകാളി. അപ്പൊ നിങ്ങൾ അമ്പലത്തിൽ വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി ഉണർന്നുണർന്ന് വരാൻ തുടങ്ങും. വേണ്ടയോ? ഇപ്രകാരം നമുക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സൗഭാഗ്യത്തെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾ എല്ലാവരും അതിന് അനുഗ്രഹീതരാണ്. ഇത്രയും ഒരു പവിത്രമായ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ ഈ ഭദ്രകാളി പ്രതിഷ്ഠയും അതുപോലെ തന്നെ അനവധി ദേവീ ദേവന്മാരുണ്ട് അല്ലേ? സങ്കടമോചന ഹനുമാൻ ആരാണ്? അത് വേറെ എവിടെയും കാണാത്തതാണ്. നിങ്ങൾക്ക് പാലക്കാടൊന്നും കാണാത്തതാണ് വേറെ എവിടെയും. ഞാൻ പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഷ്ഠ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, ദൈവീകമായ മാറ്റം ഉണ്ടാകും.